ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സ്നേഹിതരെ, ഇന്ന് മാർച്ച് 25 പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പിനെ നാം അനുസ്മരിക്കുന്നു. 2 കാര്യങ്ങൾ മാത്രം ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ. 1, സ്വർഗത്തിൻ്റെ വന്ദനം മാലാഖയിലൂടെ കന്യക ദൈവം അറിയിക്കുന്നു. ദൈവകൃപ എന്നത് ഇന്ന് നാം വളരെ ലാഘവത്തോടെ ആവർത്തിക്കുന്ന ഒന്നാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനിൽ സ്വർഗത്തിൻ്റെ ആദരവ് അഥവാ വന്ദനം വന്നു ചേരുന്നു. അവൻ ദൈവ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇവിടെ സൃഷ്ടി ആദ്യം ആദരിക്കുന്ന ഒരനുഭവം നാം കാണുന്നു. താഴ്ന്നവൻ ഉയർന്നവനെ ആദ്യം ആദരിക്കുന്ന അഥവാ വന്ദനം പറയുന്ന അറിവ് മാത്രമാണ് നമുക്ക് ഉള്ളത്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ക്രമം വളരെ വ്യത്യസ്തമാകുന്നുവെന്നും താഴ്ന്നവനെ ആദ്യം ഉയർന്നവൻ ആദരിക്കുക എന്നത് ക്രിസ്തുവിലാകുന്ന അഥവാ പുതിയ സൃഷ്ടിയാകുന്നവൻ്റെ ബോധ്യമാകുന്നുവെന്നും ഇവിടെ വെളിപ്പെടുകയാണ്. 2 ചോദ്യങ്ങൾ എന്നും മനുഷ്യനെ ബോധ്യങ്ങളിലേക്ക് നയിക്കുന്നതാണ്. ഒരു ക്ലാസ്സിൽ ശരാശരി ശ്രദ്ധയുള്ളവന് പരീക്ഷയിൽ വിജയിക്കുവാനുള്ള മാർക്ക് ലഭിക്കും. പലപ്പോഴും പരീക്ഷ കഴിയുമ്പോൾ അവനുള്ളതെല്ലാം വിസ്മരിച്ചു പോവുകയും ചെയ്യുന്നു. എന്നാൽ ബോധ്യങ്ങൾക്ക് വേണ്ടി ചോദ്യം ചോദിക്കുന്നവന് ലഭിക്കുന്ന ഉത്തരം അവനിൽ സ്ഥായിയായ അനുഭവം സൃഷ്ടിക്കുന്നു. ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലായകയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന മറിയാമിൻ്റെ ചോദ്യം തൻ്റെ കന്യാത്വത്തെ സംബന്ധിച്ച് മാത്രമാണ് എന്ന് നാം വിചാരിച്ചാൽ ദൈവശാസ്ത്ര വിശകലനത്തിൽ അത് മായം ചേരാത്ത അഥവാ കന്യകാത്വമുള്ള മുഴുവൻ സൃഷ്ടിയുടെയും നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ളതാണ് എന്ന് മനസ്സിലാകും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നിന്നിൽ ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു എന്നിങ്ങനെയുള്ള ബോധനം ഈ ബാല്യയ്ക്ക് തൻ്റെ താഴ്ചയെ, അതായത് തൻ്റെ ഒന്നുമില്ലായ്മയും നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയെ ബോധ്യപ്പെടുവാൻ പര്യാപ്തമായി തീരുന്നു. ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിസ്സഹായരായി മാറുന്ന മനുഷ്യരെ പോലെയല്ല, ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം നേടി നിരന്തരം ദൈവപദ്ധതിക്കായി നമ്മെ തന്നെ സമർപ്പിക്കുകയും നീതി പുലർത്തുന്നവരായി ദൈവേഷ്ടം നിറവേറ്റുന്നവരായി തീരുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആയതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.